ഒരു ഉണങ്ങിയ പുളിങ്കൊമ്പ് വെച്ചൊരു ടാങ്ക് സെറ്റ് ചെയ്താലോ? നന്നായിട്ട് ട്രീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വുഡ് യൂസ് ചെയ്യണത്. അതിനായിട്ട് ഓൾമോസ്റ്റ് 2 വീക്സ് ഞാനിതെൻ്റെ കോഴിപ്പോണിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്ക്രബ്ബറൊക്കെ വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്ത് അതിനുശേഷം അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മറ്റ് ടാങ്ക്സിലൊക്കെ യൂസ് ചെയ്ത ഡ്രിഫ്റ്റ് വുഡൊന്നും ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, ഒക്കെ ഇതേപോലെ കളക്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു പുളിയുടെ കൊമ്പ് വെച്ച് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇതൊരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ വുഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം അത് നമ്മൾ ടാങ്കിൽ കറക്റ്റാക്കി പ്ലേസ് ചെയ്ത് അത് ഫ്ലോട്ട് ആവാതിരിക്കാനാണ് ഞാനൊരു സ്റ്റോൺ വെച്ചിട്ടുള്ളത്. പിന്നെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അക്കോസോയിലാണ്. ടാങ്കിൻ്റെ മിഡ് ഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫോർഗ്രൗണ്ട് കുറച്ച് ബ്ലാങ്ക് ആക്കി ഇടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് റിവർ സാൻഡ് കഴുകിയിട്ട് ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്ലാന്റ് പുറത്ത് ചെയ്യുന്ന ടാങ്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ടാങ്കിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെടുത്തുള്ള പ്ലാന്റ്സിനെ എടുത്തിട്ട് യൂസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, എന്നാലും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇൻക്ലൂഡ് ചെയ്യാം. ടാങ്കിലെ വെള്ളം ഒന്ന് കണ്ടീഷൻ ആയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫിഷിനൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഞാൻ എന്തിനായിരിക്കും ആഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പിന്നെ ടാങ്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യാം.